സജ്ജനങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വശ്യമന്ത്രം ഉപയോഗിച്ച് വശ്യം ചെയ്യുകയും വശ്യകർമ്മങ്ങൾ ഉപയോഗിച്ച് വശ്യം ചെയ്യുകയൊക്കെ ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണ്. നമുക്ക് ഒരു ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/4 കിലോ കടുക് കൊണ്ട് എങ്ങനെ വശ്യം ചെയ്ത് ഒരാളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടകന്നു പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യത്തിൽ നിൽക്കുന്ന, അല്ലെ ബിസിനസ് പരമായിട്ടൊക്കെ നമ്മൾ മാറി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചീത്ത കർമ്മത്തിന് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ചീത്ത കർമ്മത്തിന് നിന്നാൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇപ്പം നമ്മുടെ കാമുകന്മാർ ഒരു ബ്രേക്കപ്പ് ആകുന്ന ടൈമാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഭാര്യ പിണങ്ങി പോവുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യാം. മാതാപിതാക്കൾ തമ്മിൽ വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ചെയ്യുന്നതിന് രീതിയുണ്ട്. നമുക്കൊരു 4 ദിവസം അത് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. കറുത്ത പക്ഷം വരുന്ന ഞായറാഴ്ച, അല്ലെ കറുത്ത പക്ഷം വരുന്ന പഞ്ചമി ദിവസം, കറുത്ത പക്ഷത്തിലെ അഷ്ടമി ദിവസം, അല്ലെങ്കിൽ അമാവാസി ദിവസം. ഈ ദിവസങ്ങളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ രാത്രി 7-നും അർദ്ധരാത്രി 12-നും ഇടയിൽ വേണം ചെയ്യാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം കൃത്യമായിട്ട് 7 ദിവസം ചെയ്താൽ ഇതിന് ഫലപ്രാപ്തി ഉണ്ടാകും. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അല്ലാതെ ഇതിൻ്റെ ഗ്യാപ്പിട്ടാണെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കരുത്. ഇതിന് ഉപയോഗിക്കേണ്ട രീതി എന്താണെന്ന് പറഞ്ഞാൽ, നല്ല കത്തിയ കരി അല്ലെങ്കിൽ ചിരട്ടക്കരി അല്ലെങ്കിൽ മരക്കരി ഇത് ഉപയോഗിക്കുക. ഇതിനകത്ത് നമ്മൾ മണ്ണെണ്ണ അതുപോലുള്ള വേറെ പേപ്പറുകളൊന്നും ഉപയോഗിച്ച് കത്തിക്കരുത്. നെയ്യ്, കർപ്പൂരം ഉപയോഗിച്ചിട്ട് ഇതിന് തീ കൊടുത്താൽ അത് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇത് വീടിന് പുറത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. അതിന് സൗകര്യം ഇല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് അടുക്കളയുടെ പുറം ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഒരു പിടി കടുക് 2 കയ്യിലും എടുക്കണം. 2 കയ്യിലും ഓരോ പിടി കടുക് എടുത്ത് വെച്ചിട്ട് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയിട്ടുള്ള ഈ ആരാണോ അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മനസ്സുരുകി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കത്തി നിൽക്കുന്ന ആ കനലിനകത്തേക്ക് വലത് കയ്യിൽ ഇതെടുത്തിട്ട് നിങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം ഒരു 7 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ കടുക് കൃത്യമായിട്ട് ആ തീയിലേക്ക് ഇടുക. അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഇടത് കൈയും അതേപോലെ തന്നെ നമ്മൾ 7 പ്രാവശ്യം ചുറ്റിച്ചിട്ട് നേരെ ഇടുക. അത് കൃത്യമായിട്ട് 7 പ്രാവശ്യവും ചെയ്യണം. കടുക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടുക് നിലത്ത് പോകാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണോ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് അവർ കൃത്യം പറഞ്ഞാൽ ഒരു 21-ാം ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തും. ഇത് ചെയ്യാൻ പറഞ്ഞാൽ രാത്രിയിൽ ചെയ്യാൻ പറഞ്ഞതിന് കാര്യമുണ്ട്. ഇവർ ഉറങ്ങാറാകണ സമയത്ത് ഇവരുടെ മാനസികമായിട്ടുള്ള തപവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. ഒരു സ്നേഹം, നിങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ വരാനുള്ള ഒരു ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് വരും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്